PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് തിരഞ്ഞെടുത്ത 10 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നത് 1946 ഡിസംബർ 9 ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തത് 207 പേരായിരുന്നു. ഇതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. ഈ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ 1946 ഡിസംബർ 11 തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി HC മുഖർജിയെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ 3 മലയാളി വനിതകളാണ് ആനിമ സ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏത്? ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ക്യോ വാറന്റോ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടിന്റെ പേരുകൾ എടുത്തിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. 5 തരം റിട്ടുകളാണുള്ളത്. ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത് മാൻഡമസ്, 3 ക്യോ വാറന്റോ, 4 പ്രൊഹിബിഷൻ, 5 സെർഷ്യോററി. ഇതിൽ സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ട റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചത് ഡോക്ടർ BR അംബേദ്കറെയാണ്. 1949 നവംബർ 26 ഭരണഘടനയെ ഭരണഘടനാ സമിതി അംഗീകരിച്ചു. നവംബർ 26 ഭരണഘടനാ ദിനമെന്ന് അറിയപ്പെടുന്നു. 1950 ജനുവരി 24 ഭരണഘടനയിൽ സഭാ അംഗങ്ങൾ ഒപ്പുവെച്ചു. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയും ഡോക്ടർ BR അംബേദ്കർ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാക്കാൻ കാരണമായ ദൗത്യം ഏത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ 1946 രൂപീകൃതമായത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 പ്രകാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം 3 തവണ. ആദ്യത്തെ അടിയന്തരാവസ്ഥ നടന്നത് 1962 ഒക്ടോബർ 26. ഇന്ത്യയും ചൈനയുമായുള്ള യുദ്ധത്തെ തുടർന്നായിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥ നടന്നത്. അപ്പോഴത്തെ പ്രസിഡന്റ് ഡോക്ടർ S രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1971 ഡിസംബർ 3 അത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തെ തുടർന്നായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് BV ഗിരിയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25 അന്നത്തെ പ്രസിഡന്റ് ഫഖ്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏതു ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏതു ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഭാഗം 4A. ഭാഗം 1 പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ യൂണിയനും അതിർത്തിയുമാണ്. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ചും, ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ചും, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും, ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളുമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയമാണ് ചേരിചേര നയം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും നെഹ്റു ആയിരുന്നു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയും ഇദ്ദേഹമാണ്. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രിയും നെഹ്റു ആയിരുന്നു.
9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 143. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 5. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ. സുപ്രീം കോടതി ഉപദേശം നൽകുന്നത് പ്രസിഡന്റിനാണ്. ഇതുവരെ 15 തവണ പ്രസിഡന്റ് കോടതിയോട് ഉപദേശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 22. 395 ആർട്ടിക്കിളും 8 പട്ടികകളും ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇപ്പോൾ 25 ഭാഗങ്ങളും 470 ആർട്ടിക്കിൾസും 12 പട്ടികകളും 106 ഭേദഗതികളുമാണ് ഉള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.